നമസ്തേ. മുഹൂർത്തം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പ്രാവശ്യം ഞാനിവിടെ പറയുന്നത് വ്യാഴത്തിന്റെ മാറ്റമാണ്. അപ്പോൾ വ്യാഴത്തിന്റെ മാറ്റത്തില് നമുക്ക് ഇടവമാസം 18-ാം തീയതി, അതായത് ജൂൺ മാസം 2-ാം തീയതി 1:55 മോർണിംഗില് ഒരു രാത്രിയില്, അപ്പൊ ആ സമയത്താണ് നമുക്ക് ഇതിന് മാറ്റം. 1:55 ട്ടാ, അതായത് നമുക്ക് അർദ്ധരാത്രി എന്ന് തന്നെ പറയാം. അപ്പൊ ആ രാത്രിയിലാണ് നമുക്ക് ഇതിന്റെ മാറ്റം വരുന്നത്. ആ സമയത്ത് നമുക്ക് ഇതിൽ വൃശ്ചിക രാശിക്കാരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ച് ഇതിന്റെ വിശാഖത്തിന്റെ കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും കൂടിയ ഒരു രാശിയാണ് വൃശ്ചിക രാശി. ഇപ്പൊ വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ച് വ്യാഴം നിൽക്കുന്നത് ഇത്ര നാളും അവർക്ക് അഷ്ടമത്തിലായിരുന്നു. അഷ്ടമത്തിൽ നിന്ന് 9-ാം ഭാവത്തിലേക്കാണ് വരുന്നത്. അപ്പൊ ഏറ്റവും നല്ല സമയമാണ്. അതും വ്യാഴത്തിന്റെ ഉച്ചരാശിയായ കർക്കിടക രാശിയിലേക്കാണ് വരുന്നത്. അപ്പോ ആ വൃശ്ചിക രാശിക്കൂറുകാർക്ക് ഏറ്റവും നല്ല ഒരു സമയമാണ്. അപ്പൊ ഈ സമയത്താണ് അവരുടെ പല ഭാഗ്യങ്ങളും അവർക്ക് മുന്നോട്ട് വരുന്നത്. പ്രതീക്ഷിക്കാത്ത ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാം. പ്രതീക്ഷിക്കാതെ നമുക്ക് എന്തെങ്കിലും വസ്തുപരമായിട്ടുള്ള കച്ചവടങ്ങളോ അതിലൂടെ ലാഭമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ലാഭങ്ങളെ നമുക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ അത് ഈ ഒരു വർഷം നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. അത് മനസ്സിലാക്കുക തന്നെ ചെയ്യണം. അതുപോലെ നമുക്ക് ഉയർന്ന പോസ്റ്റിലേക്കൊരു ജോലി കിട്ടാം. ഉന്നത ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് നമുക്ക് ഏറ്റവും നല്ല പ്രീതി ലഭിക്കാനായിട്ട് സാധിക്കും. ഭാഗ്യഭാവമാണത്, ഏറ്റവും ഭാഗ്യം. പിന്നെ ക്ഷേത്ര ദർശനമൊക്കെ ധാരാളം നടത്താനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം നമ്മൾ ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. പ്രതീക്ഷിക്കാത്ത ലാഭങ്ങൾ നമുക്ക് വരും. പ്രതീക്ഷിക്കാതെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെയൊക്കെ എനിക്ക് കിട്ടുമെന്ന്. അങ്ങനെയുള്ള ഭാഗ്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു സമയമാണ് വൃശ്ചിക രാശിക്കാർക്ക്. അപ്പൊ അവര് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവാ. അപ്പൊ വ്യാഴത്തിന്റെ ഇത്ര നാൾ അഷ്ടമായിരുന്നു. ഈ അഷ്ടമം ഇത്രയും നാളാവുമ്പോ നമുക്ക് പൈസ വരുന്നുണ്ട്, അവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ എന്താണ്, അതൊക്കെ ബാധ്യതകളായിരുന്നു. കടം മേടിച്ചിട്ടായിരിക്കും നമ്മൾ നടത്തിയിരുന്നത്. പക്ഷെ ഈ ഒരു വർഷം കൊണ്ട് നമുക്ക് ഈ ബാധ്യതകളൊക്കെ തിരിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അത് മനസ്സിലാക്കി തന്നെ നമുക്ക് ഈ കടം മേടിച്ചവരെ നമുക്ക് നിർത്താനും നമുക്ക് ലാഭത്തെ കിട്ടും. അവിടെ നമുക്ക് നമ്മുടെ തൊഴിലിൽ വളരെയധികം ശ്രദ്ധിക്കാം. നമ്മുടെ കർമ്മ മേഖല എങ്ങനെയൊക്കെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഓരോ ദിവസവും നമ്മൾ വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാധ്യതകളെ മാറ്റാൻ പറ്റാൻ വ്യാഴം അനുഗ്രഹ സ്ഥാനത്താണ് വന്ന് നിൽക്കുന്നത്. അഷ്ടമത്തിൽ വന്നിട്ടുള്ള രോഗാവസ്ഥകൾ ഉണ്ടാവും. പിന്നെ ഓർമ്മക്കുറവ്, ബുധന്റെ ക്ഷേത്രത്തിലായിരുന്നു, അപ്പൊ ഓർമ്മക്കുറവുകൾ ഉണ്ടാവും. പിന്നെ ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾ വന്നിട്ടുണ്ടാവും. ഇതൊക്കെ നമുക്ക് ഈ വ്യാഴത്തില് ഈ ഒമ്പതില് നിൽക്കുമ്പോൾ അത് മാറും എന്ന് പറയാന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ശരീരത്തിലേക്ക് കഴിക്കുന്ന മരുന്നുകൾ നമുക്ക് എഫക്റ്റ് ആവാൻ തുടങ്ങും. അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ അത് എഫക്റ്റ് ആവുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ടുകൾ നമുക്ക് അനുഭവത്തിൽ വരുന്നത്. അപ്പോൾ വ്യാഴം മാറുമ്പോൾ നമുക്ക് നല്ലൊരു മാറ്റാണ് ഈ നക്ഷത്രക്കാർക്ക് വരുന്നത്. പിന്നെ 5-ലാണ് അവർക്ക് ശനീശ്വരൻ നിൽക്കുന്നത്. അപ്പൊ ശിവന്റെ അമ്പലത്തിൽ നന്നായിട്ട് പോവാം. ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ രോഗാവസ്ഥകൾക്ക് ഒരു മാറ്റാണല്ലോ വരുന്നത്. ഇപ്പൊ മൃത്യുഞ്ജയ ഹോമം ചെയ്യാം, രുദ്രാഭിഷേകം ചെയ്യാം. പിന്നെ വ്യാഴക്ഷേത്രത്തിൽ പോവാ, പിടിപ്പണം സമർപ്പിക്കുക. ഈ അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ നിന്ന് ബാധ്യതകള്, കടം മേടിക്കേണ്ടി വന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ടാവുക. അന്ന് അനുഭവിച്ചിട്ടുള്ള ആ ദോഷങ്ങൾ മുഴുവൻ നമുക്ക് ഈ 9-ാം ഭാവത്തിലേക്ക് വ്യാഴം വരുമ്പോൾ മാറ്റിത്തരും. അപ്പൊ അതിന് അന്ന് അനുഭവിച്ച് അതിന് പിടിപ്പണൊക്കെ സമർപ്പിക്കുമ്പോൾ അതിലൂടെ കുറെ ദുരിതങ്ങൾ മാറിപ്പോകും. നമുക്ക് ഓരോ ഘട്ടങ്ങളിൽ ഇന്നതൊക്കെ അനുഭവിക്കണം എന്നുണ്ടല്ലോ. അപ്പൊ ആ അനുഭവമായിരുന്നു അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ. സാമ്പത്തികമായിട്ട് പ്രോബ്ലം ഇല്ല, കിട്ടും. പക്ഷെ അതൊക്കെ ബാധ്യതയാണ്, അത് കടം മേടിച്ചിട്ടായിരിക്കും. അപ്പൊ ഈ ഒരു വർഷം നമുക്ക് ആ ബാധ്യതകളൊക്കെ തീർക്കാനായിട്ട് കഴിയും, ഉറപ്പായിട്ടും കഴിയുന്ന ഒരു വിഷയമാണ് നിങ്ങൾക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ പോവാം, ശിവക്ഷേത്രങ്ങളിൽ പോവാം, പിന്നെ വിഷ്ണു ക്ഷേത്രത്തില് ഒറ്റത്തക്ക വഴിപാട് ചെയ്യാം. ഫസ്റ്റ് തന്നെ മഞ്ഞപ്പട്ട് മേടിക്കുക, അതിലൊരു പിടിപ്പണം സമർപ്പിക്കുക. അറിഞ്ഞോ അറിയാണ്ടോ നമ്മൾ എന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ വാക്കുകൾ പറഞ്ഞിട്ടുണ്ടാവാം. അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റി നമുക്ക് മുന്നോട്ട് പോകാനായിട്ടൊരു നല്ല വഴി, അതിനാണ് പിടിപ്പണം നമ്മൾ സമർപ്പിക്കുന്നത്. അതേപോലെ സന്താനങ്ങളില്ലാത്തവർക്ക്
അഞ്ചിലെ ശനിയും 9-ലെ വ്യാഴവും. വ്യാഴം സന്താനത്തിന് കാരകത്വം ഇല്ല എങ്കിലും 5-ലെ ശനിയെ കൊണ്ട് നമുക്ക് നല്ലത് വരുത്താം. അവൻ നരസിംഹ ക്ഷേത്രം ഉണ്ടല്ലോ, അപ്പോൾ നരസിംഹ സ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് കദളിപ്പഴം വാങ്ങി നേദിക്കുക. നേദിച്ചു കഴിഞ്ഞിട്ട് അത് വാങ്ങിയിട്ട് ഭാര്യയും ഭർത്താവും ഉണ്ടെങ്കിൽ 2 പേരും കഴിക്കുക, അല്ല ഒരെണ്ണം ഏതെങ്കിലും ഒരു കുട്ടികൾക്ക് കൊടുക്കുക. അപ്പൊ അതിന്റെ ഒരു മധുരം ഭഗവാന് കിട്ടുമ്പോൾ നമുക്ക് കുട്ടികൾ സന്താനങ്ങൾ ഉണ്ടാവുന്നതാണ് ആചാര്യന്മാര് പറയുന്നത്. അത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് ഇഷ്ടംപോലെ ആൾക്കാർക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ 5-ലെ ശനിയും വ്യാഴം 9-ലാണ് എന്ന് വിചാരിക്കണ്ട, പക്ഷെ അത് ഭാഗ്യം തരുന്ന ഒരു വ്യാഴാണ്. അതുകൊണ്ട് സന്താനം കാരകത്വമുള്ള കുറവ് ഉള്ള സമയമാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉണ്ടാവാതിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ അതൊക്കെ ഒന്ന് പോയി ചെയ്താൽ നല്ലൊരു മാറ്റത്തെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ ഈ ഒരു വർഷം ഏറ്റവും നല്ല ഭാഗ്യമുള്ള ഭാവത്തിലാണ് വൃശ്ചിക രാശിക്കാർ ഇരിക്കുന്നത്. ഭാഗ്യഭാവം. എന്ത് ചെന്നാലും നമുക്ക് മുന്നിട്ട് ഒരു സീറ്റ് അവിടെ ഉണ്ടായിരിക്കും. എന്തിനും നമുക്കൊരു സീറ്റ് അവിടെ ഉണ്ടായിരിക്കും. അത്രയും ഭാഗ്യമുള്ള ഒരു സമയമാണ്. അത് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ഈ ഒരു വർഷം ഏറ്റവും നന്നായിട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും.